ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെഹങ്കയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് വേണ്ടി എടുത്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൻ്റെ ലൈനിങ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സാറ്റിന് എടുത്തിട്ടുണ്ട്, അതും ലൈനിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ മെയിൻ ഫാബ്രിക് എന്ന് പറയുന്നത് നെറ്റിലാണ്. നെറ്റിൽ നല്ല ഡിസൈൻ വർക്ക് വരുന്ന ഒരു ഫാബ്രിക് എടുത്തിട്ടുണ്ട്. കോട്ടൻ്റെ ലൈനിങ് ഒഴിച്ച് ബാക്കിയെല്ലാം ഒരു സെറ്റായിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പീസ് വന്നിട്ടുള്ളത് ബ്ലൗസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നെക്കിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ബ്ലൗസിൽ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഡിസൈൻ വരുന്നുണ്ട്. ഇതിൽ ഫ്രണ്ട് നെക്കിൻ്റെയും ബാക്ക് നെക്കിൻ്റെയൊക്കെ ഷേപ്പ് ഇതിൽ കറക്റ്റായിട്ട് ആ ഒരു ഡിസൈനോട് കൂടി കൊടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കൊക്കെ ഭയങ്കര ഡീപ്പായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവ്സും ഒരു ചെറിയൊരു വർക്കോട് കൂടിയിട്ട് സ്ലീവ്സും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ടോപ്പിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ബ്ലൗസിന് വേണ്ടിയിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു കോട്ടൻ്റെ ലൈനിങ്ങിലാണ് കേട്ടോ. അതിന് ശേഷമാണ് മെയിൻ ഫാബ്രിക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പീസിനെ ഇതുപോലെ 4ആയിട്ടൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ടോപ്പിൻ്റെ ലെങ്തായി എടുക്കുന്നത് 18 ഇഞ്ചസാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസിനും കൂടി കൂട്ടിയിട്ട് 20 ഇഞ്ചസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഷോൾഡർ ലെങ്ത് എടുക്കുന്നത് 7.5 ഇഞ്ചസാണ്. അപ്പോൾ അത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 ഇഞ്ചസ് ഞാനിവിടെ എക്സ്ട്രാ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആം ഹോൾ ലെങ്ത് എടുക്കുന്നതും 7.5 ഇഞ്ചസാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ആം ഹോളിൻ്റെ ആ ഒരു കർവും കൂടെ ഒന്ന് വരച്ച് കൊടുക്കാം. ടോട്ടൽ ചെസ്റ്റ് ലെങ്ത് വരുന്നത് 18 ഇഞ്ചസാണ് കേട്ടോ. അപ്പോൾ അതിനെ 2ആയിട്ട് മടക്കിയിട്ട് ചെയ്യുമ്പോൾ 9 ഇഞ്ചസാണ് കിട്ടുന്നത്. അതിലേക്ക് 1 ഇഞ്ച് സീം അലവൻസ് കൂട്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. താഴെ ഭാഗത്തും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി താഴെ ഭാഗത്ത് നമുക്കൊരു 1.5 ഇഞ്ച് ഒന്ന് കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ചെറിയൊരു കർവായിട്ട് ആ ഒരു ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മാർക്ക് ചെയ്തതിലൂടെ ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പം കട്ട് ചെയ്തെടുക്കുന്നില്ല കേട്ടോ. നമുക്ക് ആ മെയിൻ ഫാബ്രിക്കിൽ നെക്കിൻ്റെ ഡിസൈനൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഭാഗം ലൈനിങ് വെച്ചിട്ട് ആ ഒരു സമയത്താണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി മെയിൻ ഫാബ്രിക്കിനെ ഇതുപോലെ ഒന്ന് 2ആയിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ നെക്കിൻ്റെ ഭാഗമൊക്കെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ടൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ ലൈനിങ്ങിൻ്റെ പീസിന് ഇതുപോലെ ഈ കറക്റ്റാക്കിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലൈനിങ്ങിൻ്റെ അതേ മെഷർമെൻറ്റ്സിലാണ് മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കുന്നത്. മെയിൻ ഫാബ്രിക് എന്ന് പറയുന്നത് നെറ്റിൻ്റെ പീസാണ്. അപ്പോൾ അത് നമ്മുടെ കോട്ടൻ്റെ ലൈനിങ്ങിലേക്ക് വെക്കുമ്പോൾ അത്ര ഫിനിഷിങ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ സാറ്റിൻ്റെ ക്ലോത്താണ് കേട്ടോ എടുക്കുന്നത്. സാറ്റിൻ്റെ ക്ലോത്തും ഞാൻ ടോപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് 4ആയിട്ടൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ലൈനിങ് പീസിനെ വെച്ച് കൊടുത്തിട്ട് സെയിം ലെങ്ത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. സാറ്റിൻ്റെ ക്ലോത്ത് എന്ന് പറയുന്നത് നല്ല ഗ്ലേസിങ് ഉള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നെറ്റിൻ്റെ ക്ലോത്ത് എടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു സാറ്റിൻ്റെ ക്ലോത്ത് ലൈനിങ് ആയിട്ട് എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പം സാറ്റിൻ്റെ ക്ലോത്തിന് കുറച്ച് റേറ്റ് വരുന്നുണ്ട്, എന്നാലും നമുക്ക് ആ ഒരു ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സാറ്റിൻ്റെ ക്ലോത്ത് എടുക്കുന്നത് നന്നായിരിക്കും. ടോപ്പിന് വേണ്ടിയിട്ട് സാറ്റിൻ്റെ ക്ലോത്ത് ഇതുപോലെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ആ നെറ്റിൻ്റെ പീസ് ഒന്ന് വെച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് വെക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ഗ്ലേസിങ് കാരണം ആ ഒരു ക്ലോത്തിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന്. അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എടുപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് ഈ ഒരു ക്ലോത്തിലേക്ക് വെച്ച് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്ത് ഞാൻ നന്നായിട്ട് 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിരുന്നു. അത് ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കിയിട്ട് ആ ഒരു വർക്ക് വരുന്ന അത്രയും ഭാഗം 1 ഇഞ്ച് വീതി തന്നെ മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എക്സ്ട്രാ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് പോലെ തന്നെ നെക്കിൻ്റെ ഡിസൈനൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നെക്കൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് ഈ ഒരു കോട്ടൻ്റെ ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തന്നെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നെക്കൊക്കെ ചെയ്യുമ്പോൾ നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്കിൻ്റെ വിടുത്തൊക്കെ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ ടു നെക്കിൻ്റെ വിടുത്ത് എടുത്തിട്ടുള്ളത് 4 ഇഞ്ചസാണ്. അപ്പോൾ നെക്കിൻ്റെ ഒരു വിടുത്ത് എടുക്കുന്നത് 6 ഇഞ്ചസാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഡിസൈനിലൂടെ തന്നെ വരുന്ന പോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ ഡീപ്പ് എടുക്കുന്നത് 7 ഇഞ്ചസാണ്. അപ്പോൾ എനിക്കിവിടെ വൈഡായിട്ടുള്ള ആ ഒരു നെക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആ ഒരു ഡിസൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല കേട്ടോ. 1 ഇഞ്ച് കയറ്റിയിട്ടാണ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നത്.
ആ വരച്ച് കൊടുത്തതിലൂടെ ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതുപോലെ ഈ പിന്നൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനിതുപോലെയാണ് ഈ ഒരു നെക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിന് പകരമായിട്ട് നമ്മൾ ലൈനിങ് പീസിൽ ആദ്യമേ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ ഒരു ഫാബ്രിക്കിലേക്ക് അതുപോലെ ചെയ്തെടുത്താലും മതിയാവും. ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസിനെ ഇതുപോലെ ഒന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചിട്ടെടുക്കാനും ഈസി ആയിരിക്കും. ഇനി നമുക്കിതിനൊന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ നെക്കിൻ്റെ ഭാഗം മറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഫ്രണ്ട് നെക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്കിൻ്റെ ഡീപ്പ് എനിക്ക് അത്രയും വേണ്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡിസൈൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താലും നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ ബാക്ക് നെക്കും ഒരു 2.5 ഇഞ്ച് ഡീപ്പിലാണ് കേട്ടോ താഴേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ ഒരു 10 ഇഞ്ച് താഴേക്കൊക്കെ ആ ഒരു ലെങ്ത്തിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും എനിക്ക് എന്തായാലും ബാക്കിലേക്ക് ഓപ്പൺ ആയിട്ട് വേണ്ട. അപ്പോൾ ഞാൻ ഈ 2.5 ഇഞ്ച് ഗ്യാപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈനിലാണ് ബാക്ക് നെക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഡിസൈനിൽ നമ്മൾ ബാക്ക് നെക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും വൈഡായിട്ട് ഓപ്പൺ ആയിട്ട് നിൽക്കും. അത്രയും വൈഡായിട്ടുള്ള ഓപ്പൺ എനിക്ക് ബാക്കിലേക്ക് വേണ്ടാത്തത് കൊണ്ടാണ് ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു ഭാഗത്ത് ഡിസൈൻ എന്തെങ്കിലും ചെയ്ത് കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും. ഇനി ഞാൻ ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈൻ വരുന്നത് വരെയാണ് ഞാൻ മടക്കി തയ്ച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡറാണ് കേട്ടോ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഫ്രണ്ടും ബാക്കും പീസ് ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഷോൾഡറിൻ്റെ ജോയിൻ വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ, ലൈനിങ്ങും മെയിൻ പീസും ഇതുപോലെ ജോയിൻ വരുന്ന ആ ഭാഗം കറക്റ്റാക്കിയിട്ട് പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ മറിച്ചിട്ടെടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് നല്ല പെർഫെക്റ്റായിട്ട് ആ ജോയിൻ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇതുപോലെ മറിച്ചിട്ടെടുക്കുമ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം തയ്യൽ തുമ്പൊന്നും കാണാതെ തന്നെ നല്ല വൃത്തിയിൽ കിട്ടും. ഇപ്പോൾ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്കിൻ്റെ ഒരു ഡിസൈൻ ഇതുപോലെയാണ് വരുന്നത്. ഇപ്പോൾ തന്നെ നല്ല വൈഡായിട്ടുള്ള നെക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ്സിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ബാക്കിൽ ഹുക്കൊന്നും ഇല്ലാതെ നമുക്ക് നെക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഷോൾഡറും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സ്ലീവ്സിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. 2 പീസും ഒരുമിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ആ ഒരു വർക്ക് വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ അതൊക്കെ കറക്റ്റാക്കി പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു മുട്ടുസൂചിയൊക്കെ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അവിടെ നീങ്ങി പോവാതെ നിന്നോളും. ഇനി ഈ ഒരു സ്ലീവ്സ് ചെയ്യുന്നത് 3/4 സ്ലീവ്സ് ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 18 ഇഞ്ചസാണ്. അപ്പോൾ സീം അലവൻസിനോട് കൂട്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ആയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ ഒരു ആം ഹോൾ ലെങ്ത്ത് വരുന്നത് 8 ഇഞ്ചസാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഒരു 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അത് ആ ഒരു ആം ഹോളിൻ്റെ ഒരു കർവ് വരൂലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു ആം ഹോളിൻ്റെ കർവ് ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടേക്കാണ് ഈ ഒരു കർവ് കൊടുക്കുന്നത്. ഇതുപോലെയാണ് സ്ലീവ്സിൻ്റെ ഒരു കർവ് വരുന്നത്. സ്ലീവ്സിൻ്റെ ഈ ഒരു എഡ്ജിൽ 6 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 4 ഇഞ്ച് നമുക്ക് മതിയാവും. അപ്പോൾ 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പിന് കൂടി വേണ്ടിയിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ജോയിൻ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കൂട്ടി വരക്കാം. അപ്പോൾ സ്ലീവ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ്സിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് തയ്യൽ തുമ്പൊക്കെ എക്സ്ട്രാ വരുന്ന രൂപത്തിൽ തന്നെ ഈ ഒരു ഡിസൈനിൻ്റെ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാറ്റിൻ്റെ ഈ ഒരു പീസും കൂടെ സ്ലീവ്സിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ ആ ഒരു പീസിന് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് സെയിം ലെങ്ത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ലെഹങ്കയുടെ സ്കേർട്ട് വന്നിട്ടുള്ളത് സെമി സ്റ്റിച്ചഡ് ആയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡ് മാത്രം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ആ അരവണ്ണത്തിൻ്റെ ആ ഒരു മെഷർമെൻറ്റ്സൊക്കെ കറക്റ്റ് ആക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് ഒരു ലെഹങ്ക സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.